ബിസിനസ് കാര്യങ്ങളായിട്ട് ഒന്നൊന്ന് ഡെവലപ്പായി വന്ന ടൈമിൽ എനിക്ക് ഒറ്റ ഒരു സുപ്രഭാതത്തില് കുറച്ച് ചതിയും കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്ക് ഒന്നുമില്ലാണ്ടായി. ഫ്രണ്ട്സ് പരമായിട്ടുള്ള അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് ഒന്നുമില്ലാണ്ടായിട്ട് ഞാനൊരു 1-2 മാസത്തോളം ഞാൻ ഡിപ്രഷനിൽ ഇരുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ കുഞ്ഞു കൊച്ചുണ്ട്, ഞാൻ വീടിന്റെ വാള് കൊടുക്കാൻ പോലും എന്റെ കയ്യിരിക്കണ മൊബൈല്, വാച്ച്, അത് ഒക്കെ വിറ്റ് മറക്കി വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കരഞ്ഞ് അങ്ങനെ ഞാൻ ഭയങ്കര ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും പിന്നെ മനക്കെട്ടി പിടിച്ചിട്ട് വീണ്ടും ഓവർകം ചെയ്താണ് വീണ്ടും ഞാൻ ഇന്ന് ഇവിടം വരെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സ്റ്റേജുകളൊക്കെ ഉണ്ട്, പല സ്റ്റേജുകളും കടന്നു പോയിട്ടുണ്ട്. ഇപ്പം ഈ സ്റ്റേജ് പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെ. ഇതിലൂടെ കടന്നു പോയൊരു വ്യക്തിയും ഓവർകം ചെയ്ത ഒരു വ്യക്തിയും എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള വ്യക്തികളോട് അല്ലെങ്കിൽ അങ്ങനെ ഫേസ് ചെയ്യുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് അതായത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ നല്ലതും ചീത്തതും എല്ലാം അനുഭവിക്കാനുള്ളതാണ് ഒരു ജീവിതം. ഈ ജീവിതത്തിൽ നല്ല സമയങ്ങളും കടന്നു പോവും, ചീത്ത സമയങ്ങളും കടന്നു പോവും. ഈ ചീത്ത സമയങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ചിന്തിക്കരുത് എന്റെ ലൈഫ് തീർന്ന് ഇനി ഒരിക്കലും എനിക്ക് നല്ല സമയം വരില്ല എന്ന് വിചാരിച്ച് ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെ ഇരുന്ന് നശിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അത് അവരങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ ഇങ്ങനെ കടന്നു പോകണ്ടെങ്കിൽ ഒരു സമയം വരും നല്ലത്, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക. ഞാനൊക്കെ എന്റെ ലൈഫ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരം 1.5 വർഷത്തിലാണ്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഈ ഭൂമിയിൽ എന്റെ പേരിൽ എന്റെ സ്വന്തം എന്ന് പറയാൻ വേണ്ടി 1 സെന്റ് സ്ഥലം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയാൽ മതി പടച്ചോനെ. ഞാൻ മരിക്കണതിന് മുമ്പെങ്കിലും 1 സെന്റ് സ്ഥലം എനിക്ക് വാങ്ങിക്കണം, സ്വന്തം വീട്ടിൽ കിടന്നൊന്ന് ഉറങ്ങണം എനിക്ക്. അത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വിഷമിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ വീടുന്നു ലക്ഷങ്ങളും കോടികളൊക്കെ വേണം ഇപ്പൊ വീട് വാങ്ങിക്കണമെങ്കിൽ, സ്ഥലം വാങ്ങിക്കണമെങ്കിൽ. അപ്പം ഈ മഷൂറാനെ കല്യാണം കഴിച്ച ടൈമിൽ പോലും ഞാൻ വാടക താമസിക്കണാണ്, റെന്റിന് താമസിക്കണാണ്, റെന്റാണ്, ഷോപ്പൊക്കെ റെന്റാണ്. അപ്പോഴും കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ തന്നെ മഷൂറയുടെ വാപ്പായ്മയോട് എന്നെ പല ഈ സിയാർത്ത് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഞങ്ങളുടേതായ ഓരോ വിശ്വാസമായിട്ടുള്ള അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ട് എൻ്റെ അടുത്ത് പറയും, എടാ നിനക്ക് മനസ്സിൽ എന്താണോ ഏറ്റവും കൂടുതൽ ആഗ്രഹം, നിനക്ക് എന്താണ് വേണ്ടത്, നീ അത് മനസ്സിൽ തട്ടി നീ പ്രാർത്ഥിക്കും. പാരന്റ്സ് പ്രാർത്ഥിക്കും, നടക്കുന്നത്. ഞാൻ പറയും എനിക്കെന്താഗ്രഹം, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. അതിനിപ്പോ മാജിക് ഒന്നല്ലേ പെട്ടെന്ന് നടക്കുന്നത് പോലെ. ഓക്കെ, അപ്പൊ നീ വേറെ ഒന്നും പറയണ്ട, നിനക്ക് സ്വന്തമായിട്ട് വീട് വേണം, നിന്റെ ആഗ്രഹമല്ലേ, നീ ആ മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ടൊന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കും. ആവും ശരി. അവര് പറയണല്ലേ, പാരന്റ്സ് പറയണല്ലേ, എൻ്റെ സ്വന്തം വാപ്പാനുമാനെ പോലെ തന്നെയാണ്. എന്നിട്ട് ആ മനസ്സ് തട്ടില് അങ്ങോട്ട് നല്ല മനസ്സുരുകി അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഭയങ്കര അത്ഭുതം. 1 വർഷം തികയണ. അപ്പൊ ഞാൻ എന്റെ വായിന്ന് ഞാൻ പറഞ്ഞ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വേണം. അത് എന്റെ ഇപ്പൊ പ്രസന്റിൽ ഇരിക്കുന്ന സിറ്റുവേഷനിൽ എന്റെ ഒരു കുന്തൂല്ല, ആകെയുള്ള ഒരു കാറ്, പിന്നെ വാടക കാശിന് വീട്, വേറെ സേവിങ്സ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ എങ്ങനെ നടക്കും എന്നുള്ളൊരു ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെ ആലോചിച്ച് എന്നാലും പ്രാർത്ഥിച്ചു. 1 വർഷം തികയണതിന് മുമ്പ് ഇങ്ങനെ അതാ പറഞ്ഞ ഒരു സമയത്ത് നമ്മൾ ഫുള്ള് ഡിപ്രഷനിൽ ഒന്നുമില്ലാന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിലും നമ്മൾ തളരരുത്. നമ്മുടെ ലൈഫ് ചേഞ്ച് വരാൻ ചിലപ്പോൾ 1 മാസം മതി, ചിലപ്പോൾ 2 മാസം മതി. അതുകൂടെ ഒറ്റയ്ക്ക് നമ്മൾ മാറി നിൽക്കും. അതല്ല, അപ്പൊ അന്ന് ആ 1 സെന്റിന് വേണ്ടി ഞാൻ അത്ര ആഗ്രഹിച്ച് മനംനൊന്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ പേരിലൊരു 3-4 പ്രോപ്പർട്ടി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ്. അതെ, നമ്മൾ ഇരിക്കണ തൊട്ടപ്പുറത്തെ ഒരു വീട് കൂടെ ഞാൻ പുതിയ വാങ്ങിച്ചിട്ടുണ്ട്. അതാ പറയാ, അത് പടച്ചോൻ വലിയവനാണെന്ന് പറയാം, ദൈവം അത്ര വലിയവനാണ്. നമുക്ക് നമ്മുടെ മനസ്സ് നന്നാകുക, നമ്മളെ ഫാമിലി, നമ്മുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക, നമ്മൾ വേറൊരാളെയും അവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് എണ്ണിപ്പറക്കാതിരിക്കുക. അതാണ്, ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക. നമ്മുടെ ലൈഫ് കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ഫാമിലി, നമ്മുടെ ഹാപ്പിനെസ്, ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ ലക്ഷ്യങ്ങൾ, ഇതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ എത്തും. അല്ലെങ്കിൽ ബാക്കിയുള്ള ലൈഫ് നോക്കി നടന്നിട്ടുണ്ടെങ്കിൽ ആ ലൈഫ് അങ്ങനെ പാഴായി പോകും, ഇങ്ങനെ പോകാത്ത. ഇപ്പം നിങ്ങൾ 3 പേരും ഇപ്പോൾ യൂട്യൂബിൻ്റെ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനകത്ത് ഓൺട്രപ്രണർ പരിപാടികളൊക്കെ ഞാൻ കണ്ടു, അപ്പം ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പോൾ 2 പേരോട് ഞാൻ ചോദിക്കുവാണ്, ഇപ്പം ബഷീറിനെ അല്ല മാരേജ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മൈൻഡിൽ വേറെ എന്തെങ്കിലും ജോബിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെ എന്തായി തീരുമാനം ചോദിക്കുമായിരുന്നെങ്കിൽ
അതിൻ്റെ ഒരു ആൻസർ എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഞാൻ ലൈക്ക് ഈ ഒരു ലൈഫിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവൂല, ബിക്കോസ് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഹിം. അതാ ഞാൻ ചോദിച്ചത്. I would have gone for business ആയിരിക്കും ചെയ്യാൻ പോകുന്നത്, ബിക്കോസ് ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇല്ല. പിന്നെ ആള് ബിഫാം കംപ്ലീറ്റ് ചെയ്തതാണ്, ബിഫാം സ്റ്റുഡന്റ് ആണ്, ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സായതാണ്. പക്ഷെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഫീൽഡ്. ഇതിലൂടെ വന്ന് പിന്നെ ഭയങ്കര ഇതിലാണ് താല്പര്യം, അങ്ങനെ ഇങ്ങനെ പോകും. സോഷ്യൽ മീഡിയ പരിപാടികൾ വരില്ലായിരുന്നു. ഞാൻ പരിചയപ്പെടുന്ന ടൈമില് ഐസ് കാഫ് പർദ്ദ ഇട്ട് ഇങ്ങനെ കണ്ണ് മാത്രം കാണിച്ച് ഐസ് കാഫ് ഇട്ടുണ്ടെന്ന് വെച്ച ആളാണ്. ആ ആളാണ് ഒറ്റടിക്ക് ഇങ്ങനെ ഒരു റേറ്റിലായത്. എന്നും പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് അത് കുറ്റമാണെന്നല്ല പറയണ, അതൊരു വിശ്വാസത്തിൽ നമ്മൾ അത്ര ഇതായിട്ട് വിശ്വസിക്കണവരാ എന്നും പറഞ്ഞാൽ അത് വിശ്വാസമല്ല, അത് കുറ്റമാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ആള് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് സംഭവം അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളതുകൊണ്ടിട്ട് സ്വാഭാവികം എൻ്റെ ഭാര്യമാരും 4 ആൾക്കാരെ അറിയും. കാരണം ഞാൻ സോഷ്യൽ മീഡിയ ചെറുപ്പം പോലെ യൂസ് ചെയ്ത് അതില് കുറച്ച് ഫെയിം ആയിട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടിട്ട് എന്റെ ഭാര്യമാരെ അറിയും. അതിലെത്ര മൂടി വെച്ച് ഞാൻ വെച്ചിട്ടും കാര്യമില്ല, പബ്ലിക്കിൽ അറിയേണ്ടതാണ്. ഒറ്റടിക്ക് ഇങ്ങനെ ആകുമ്പോ ലൈക്ക് എന്താ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണും പബ്ലിക്. Then they came to know ഹസ്ബൻഡ് പബ്ലിക് ഫിഗർ ആണ്, എന്തായാലും ഭാര്യനെ 4 ആൾക്കാരെ അറിയും, അവർക്ക് മനസ്സിലായി. മൂടി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ സുഹേനയുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവില്ല, നാച്ചുറൽ ഒരു സാധാരണ ഒരു ഹൗസ് വൈഫായിട്ട് അങ്ങനെ തന്നെ പോകാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു മൈൻഡ്. എന്ന് വെച്ചാൽ ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഒരു കോപ്പായിട്ട് അങ്ങനെ പോകും. അതന്നെ ബഷി ഉള്ളതുകൊണ്ട് നമ്മ ഇങ്ങനെ നടക്കണം. കുറച്ചും കൂടി ഞാൻ ഒന്നും കൂടി ഇപ്പൊ ഇരിക്കണ ഒരു എനർജി പോലും ഉണ്ടാവൂല ആ ടൈമിൽ. എന്നുവെച്ചാൽ ബഷീയുടെ ഇല്ലാണ് ഇടക്കൊക്കെ പറയുള്ളൂ. പറയൂല, ഞാൻ ഒന്നും പറയൂല. കൈ കൊടുത്തേ ഇരിക്കട്ടെ. സന്തോഷായില്ലേ? ഞങ്ങളൊരു ഏതൊരു പോസിറ്റിവിറ്റിയിലും എല്ലാം പറയും, അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്ക് തന്നെ പെർഫെക്റ്റ് ആയില്ല, അത്ര പെർഫെക്റ്റ് ആയില്ല, കൊള്ളാം എന്ന് പറയും. പക്ഷെ ഇപ്പൊ എങ്ങനെയുണ്ട് സോനു എന്നിട്ട് കുഴപ്പമില്ല എന്ന് പറയും. പെർഫെക്റ്റ് എന്നുള്ളൊരു സാധനം ഞാൻ പറയണമെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയി എനിക്ക് തോന്നണം. അങ്ങനെ കൊള്ളാമെങ്കിൽ മാത്രമേ പറയൂ. രണ്ടുപേരോടും അത്ര ഇഷ്ടപ്പെട്ട മാത്രമേ അല്ലെങ്കിൽ എന്തായിരിക്കും റിയാക്ഷൻ? കുഴപ്പമില്ല. 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 ഓക്കെ.